നടപടിക്ക് ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സ്ഥാനത്ത് പ്രതിഷേധവുമായി ഒരു വിഭാഗം വിശ്വാസികൾ. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ എല്ലാ ചുമതലകളിൽ നിന്നും ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഭദ്രാസനാധിപനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് സഭാ നേതൃത്വം നിർദ്ദേശിച്ചു. വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിൽ താക്കീതുമായാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കൽപ്പനയിറക്കിയത്. BJPയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിന് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷോ മാർ നിക്കോദിമോസ് വിശദീകരണം തേടിയിരുന്നു. അതിനുള്ള ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ മറുപടിയായി വൈദികരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാട്ടച്ചനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നിക്കോദീമോസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ്. ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിനില്ല. കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഭദ്രാസനാധിപന്റെ ചെയ്തികൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്ന മാത്യൂസ് വാഴക്കുന്നം രൂക്ഷമായ വാക്കുകളിലാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. ഇതോടൊപ്പം ഫാദർ ഷൈജു കുര്യനെതിരെ സഭാ അധ്യക്ഷന് നൽകിയ പരാതിയും പുറത്തുവന്നു. വ്യാജ വൈദികനെ പള്ളിയിൽ കൊണ്ടിറക്കിയെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും തുടങ്ങി സ്വഭാവദൂഷ്യ ആരോപണങ്ങളും വരെ പരാതിയിലുണ്ട്. അതേസമയം ഫാദർ ഷൈജു കുര്യനെതിരായ ഭദ്രാസന കൗൺസിലിന്റെ നടപടിയുടെ കാരണം നേതൃത്വം വ്യക്തമാക്കാത്തതിൽ വിശ്വാസി കൂട്ടായ്മ നിലയ്ക്കൽ ഭദ്രാസനത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.